ഫൈനലി അത് നടന്നു ഗൈസ്. അങ്ങനെ നമ്മളും പോയി ഗുരുവായൂർ. എന്റെ ഓർമ്മ വെച്ച നാളോട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത എന്റെ അമ്മ ആദ്യം പറയുന്നത് നമുക്ക് ഗുരുവായൂർ പോവാന്നാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ഒരുമിച്ച് പോയിട്ടില്ല. നമ്മൾ മാത്രമല്ല, നമ്മൾ ഏരിയയിൽ നിന്ന് ഒരു ബസ് തന്നെ പോകണുണ്ടായിരുന്നു. ആ ബസ് നിറയെ അമ്മയുടെ ടീംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പോക്ക് നടന്നത്. ബസ് എടുത്തപ്പോ തൊട്ട് ഭക്തിഗാനം വരും. ഇനി ശബരിമലയിൽ എങ്ങാണോ പോണേന്ന് വരെ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ പോയത് ആലുവപ്പുഴയിലാണ്. അവിടെ നിന്നായിരുന്നു കുളിയൊക്കെ. അവിടെ നിന്ന് കുളിച്ചതിനെ പറ്റി റെഡിയായതിനെ പറ്റിയൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ അവിടുത്തെ ശിവക്ഷേത്രത്തിൽ കയറി, പക്ഷെ തുറന്നില്ല. അവിടെ നിന്ന് നമ്മൾ തിരുവൈരാണിക്കുളം അമ്പലത്തിൽ വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ഈ അമ്പലം തുറക്കുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. ആ 12 ദിവസമൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പോയിട്ട് 2-3 ആഴ്ചയാവും. വെർച്വൽ ക്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് ക്യൂ നിൽക്കേണ്ടി വരൂല. അത് വേറെ ക്യൂ, മറ്റത് വേറെ ക്യൂ, മൊത്തത്തിൽ ക്യൂ. ഗുരുവായൂർ മാത്രമല്ലായിരുന്നു, വേറെ 2-3 അമ്പലത്തിലും പോയായിരുന്നു. ഗുരുവായൂർ പോകുമ്പോഴാ നമ്മൾ വേറെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തോണ്ടായിരുന്നു വന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാരും ഡ്രസ്സ് സെറ്റ് ചെയ്തോണ്ടാണ് വന്നത്. അതിൽ നമ്മൾ കുറച്ചൊരു മാത്രമേ ഡ്രസ്സ് മാറിയോ. ബാക്കി എന്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും അമ്പലത്തിലൊക്കെ ആയിട്ട് പല വഴിക്ക് പോയി. അമ്മയാണെങ്കിൽ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്ന് വാന്നും പറഞ്ഞോണ്ട്. നമ്മളാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരുന്ന് റെഡി. അവിടെ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഫുഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ പോയി. അവിടെ എത്തിയപ്പോ എങ്ങനെയെങ്കിലും അമ്മേനെ കണ്ടുപിടിക്കാൻ പറ്റി. എല്ലാരും പല വഴിക്കായിരുന്നു. എനിക്ക് ഈ കൃഷ്ണനെയും കൊണ്ട് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതും നടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വന്നാലും കൃഷ്ണനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോ അടിപൊളി ഫീൽ ആയിരുന്നു. നമ്മളെ കുറച്ചുവരെ വെയിറ്റ് ചെയ്ത് ബസ്സിൽ എല്ലാരും മണിക്കൂറുകളോളം കാത്തിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബസ്സിൽ കയറിയപ്പോ വൈബായിരുന്നു. പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ പോയി. അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോ ഡൂടി തളർന്ന് ഈ അവസ്ഥയിലായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി.